ഇന്നൊരു ചർച്ച നടന്നില്ലായിരുന്നു? ആ ചർച്ചയ്ക്കകത്ത് എന്തെങ്കിലും ഡിസ്കഷൻ വല്ലതും നടന്നോ? ചർച്ചയ്ക്ക് ഒന്നുമില്ല. എന്നും വിളിക്കുന്ന പോലെ ഒരു പ്രഹസനം പോലെ ഒരു ചർച്ച വിളിച്ചു. നിങ്ങൾ തിരിച്ചു കയറൂ, 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. 60 ദിവസം വരെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ പുറകിൽ കാണുന്നത് അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്. 1936 ചെറിയൊരു സ്ഥാപനമായി തുടങ്ങി ഇന്നൊരു വലിയ പ്രസ്ഥാനമായി വളർന്നു നിൽക്കുന്ന ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു ചെറിയ സംരംഭമൊന്നുമല്ല. 800-ൽ കൂടുതൽ ബെഡുകളുള്ള വലിയൊരു ബൃഹത്തായ ഹോസ്പിറ്റൽ സമുച്ചയമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നത് ഏകദേശം 400-ൽ കൂടുതൽ നേഴ്സസാണ്. ഇന്നവരെല്ലാം സമരത്തിലാണ്. അവരുടെ ആവശ്യങ്ങൾ വളരെ നിസ്സാരമായ ആവശ്യങ്ങളാണ്. 1133 രൂപ വീതം ഡെയിലി ശമ്പളം കിട്ടുന്ന രീതിയിൽ 40,000 രൂപയുടെ ഒരു ശമ്പള സ്കെയിലാണ് അവരാവശ്യം. നമുക്കറിയാം, ഇന്നിവിടെ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു ബംഗാളിയോ ബീഹാറിയോ ആസാമിയോ ഒക്കെ കേരളത്തിൽ വന്നാൽ അവർക്ക് പോലും ഇതിൽ കൂടുതൽ സാലറി ഇന്ന് കേരളത്തിൽ കിട്ടാനുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ലോണെടുത്തും 3-4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചുമാണ് ഒരു പെൺകുട്ടി നേഴ്സായി അല്ലെങ്കിൽ ഒരു പയ്യൻ നേഴ്സായി ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ എത്തുന്നത്. അപ്പോൾ അവർക്ക് അവിടെ കിട്ടേണ്ട ന്യായമായ വേതനം കിട്ടിയെന്ന് ഉറപ്പാക്കേണ്ടത് ഈ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇന്ന് അവർ ഈ പൊരും വെയിലത്തും പകൽ മുഴുവൻ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധം അറിയിച്ചും സമരം ചെയ്യുമ്പോൾ അവരെ കണ്ടില്ലെന്നും നടിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും? ഇന്നൊരു ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് കേട്ടത്. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞത് 60 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാക്കാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരു തീരുമാനം അടുത്തൊരു 60 ദിവസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അതാണ് ചോദ്യം. എന്തായാലും പൂർണ്ണമായ സപ്പോർട്ട് ഇവിടുത്തെ ജനങ്ങൾ ഈ തൊഴിലാളികൾക്കല്ല ഈ നേഴ്സുമാർക്ക് നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള സമരങ്ങൾ അടിച്ചമർത്തപ്പെടാൻ പാടില്ല. കാരണം ഇതൊക്കെ നിലനിൽപ്പിൻ്റെ സമരങ്ങളാണ്. ഇന്ന് ഈ നേഴ്സുമാരുടെ എല്ലാ വീടുകളിൽ കുട്ടികളും പരീക്ഷ നേരിടുന്ന കുട്ടികളുണ്ടാവും. സ്കൂളിൻ്റെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വീട്ടുകളിലും പരീക്ഷയ്ക്കൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെയാണ് ഇവർ ഓരോരുത്തരും ഇവിടെ രാവിലെ 8 മണി മുതൽ ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സമരം മുന്നോട്ട് തന്നെ പോട്ടെ അല്ലേ? സമരം മുന്നോട്ട് പോകാതെ ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങൾക്ക് ജീവിക്കണം. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇന്നത്തെ കറണ്ട് കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് മുതൽ ഗ്യാസുകൾ പല സ്ഥലത്തും ഗ്യാസ് കിട്ടാനില്ല. നാളെ മുതൽ പെട്രോൾ, ഡീസൽ മുതലായ സാധനങ്ങൾ കിട്ടാതാവും. ഈ സാധനത്തിന് ഇനിയും വില കൂടാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ സാധാരണക്കാരന് ഒരു സാധാരണ നേഴ്സിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് നഴ്സുമാർ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളെപ്പോലുള്ള മീഡിയകളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പ്രോമിസ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇതിൽ കൂടെ പോകട്ടെ. നിയമം വേണം സർക്കാരെ. മനുഷ്യജീവൻ പരിപാലിക്കും. മനുഷ്യജീവൻ പരിപാലിക്കും. എവിടെ
ഇത് സൂചന മാത്രം. സൂചന പപ്പടി ചെയ്യാൻ മാനം കിട്ടില്ല. പറയുവാരെന്നറിയാമോ? കിട്ടില്ല. ജയ് ജയ് യുഎൻഎ. പോരാ പോരാ ഇനി മുഴക്ക്. ജയ് ജയ് യുഎൻഎ. ജയ് ജയ് യുഎൻഎ. പോരാ പോരാ ഇനി മുഴക്ക്. വിദ്യാഭ്യാസ ചിലവുകളും നാനാനാവാതുയരും